നമസ്കാരം. ഞാൻ അഖിൽ. കുറച്ച് കാലമായി വീഡിയോസൊക്കെ ചെയ്യാതിരുന്നിട്ട്. അപ്പൊ ഇന്ന് മുതല് നമുക്ക് പുതിയൊരു സീരീസ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സീരീസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഫോട്ടോഷോപ്പിനെ പറ്റി കൂടുതലായി മനസ്സിലാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കോഴ്സ് വർക്കാവുക. കാരണം അഡ്വാൻസ്ഡ് ആൾക്കാർ ഇത് കണ്ടിട്ടൊന്നും കാര്യമില്ല. കാരണം അവർക്കറിയാവുന്ന കാര്യമില്ല. അപ്പോൾ അവരിതൊന്നും കണ്ടിട്ട് കാര്യമില്ല. ബേസിക്കായിട്ട് ഇപ്പോൾ ഒരു സീറോയിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മാത്രമല്ല, അടുത്ത കുറച്ച് ദിവസത്തേക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഒരു സീരീസ് തന്നെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാനിവിടെ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഞാനിവിടെ നിങ്ങളുടെ ബോറടിപ്പിക്കുന്നില്ല. സോ നമുക്ക് ആദ്യം തന്നെ ഫോട്ടോഷോപ്പിലേക്ക് കിടക്കാം. ഫോട്ടോഷോപ്പിൻ്റെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന വെർഷൻ എന്ന് പറയുന്നത് 2023 എന്ന് പറയുന്ന വെർഷനാണ്. ഓക്കെ. സോ അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇങ്ങനൊരു ഇൻറ്റർഫേസ് ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇൻറ്റർഫേസ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ന്യൂ ഫയൽ, ഓപ്പണ്, ഹോമ്, പിന്നെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഫയൽസും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ആൾക്കാർ ചെയ്യുമ്പോൾ ഇതൊന്നും കാണാൻ സാധിക്കില്ല. കാരണം നമ്മൾ പുതിയതായിട്ട് ചെയ്ത ഫയൽസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പം നമുക്കിവിടെ അത് അവിടെ അത് അവർക്ക് അത് വിസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ന്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ന്യൂ ഫയൽ എന്ന് പറയുന്നത് ന്യൂ ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ബേസിക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ഓപ്പൺ എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് ഫയൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തു വെച്ച നേരത്തെ ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ടോപ്പിൽ കാണാം, നമുക്ക് ഫയൽ, എഡിറ്റ്, ഇമേജ്, ലെയർ, ടൈപ്പ്, സെലക്ട്, ഫിൽറ്റർ, 3D അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് തൽക്കാലം ഇപ്പം നോക്കണ്ട. അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഓപ്പൺ ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു. എന്നാൽ ഞാൻ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ന്യൂ ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ കുറേ പ്രീസെറ്റ്സ് ആയിട്ടുള്ള ഫയൽസ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഞാൻ കസ്റ്റം മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഫോട്ടോസ് ഉണ്ട്, പ്രിൻ്റ് ഉണ്ട്, ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്, വെബ് ഉണ്ട്, മൊബൈൽ ഉണ്ട്, ഫിലിം ആൻഡ് വീഡിയോ പോലുള്ള അവരുടെ പ്രീസെറ്റ്, അതായത് പ്രീസെറ്റായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് അതായത് സൈസസ് ഉണ്ട്. എന്നാൽ ഞാനിപ്പോൾ റീസെൻ്റ് വീണ്ടും പോന്നു. കാരണം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഫയലിൻ്റെ സൈസസ് ആണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അതായത് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു അൺടൈറ്റിൽ 1 എന്ന് പറയുന്ന പ്രീസെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ അൺടൈറ്റിൽ 1, വിഡ്ത്ത്, ഹൈറ്റ്, ഓറിയൻറ്റേഷൻ, ആർട്ട് ബോർഡ്, റെസൊല്യൂഷൻ, കളർ മോഡ്, ബാക്ക്ഗ്രൗണ്ട് കണ്ടൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ അൺടൈറ്റിൽ 1 എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കവിടെ പേര്, അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫയലിൻ്റെ പേര് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് മുന്നോട്ട് പോയിട്ട് പറയാണ്. അതായത് ഇപ്പം നമ്മളിപ്പം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പം 95% ആൾക്കാരും ആദ്യമേ തന്നെ പേര് കൊടുക്കാറില്ല. 95% ആൾക്കാരും ആദ്യമേ പേര് കൊടുക്കാറില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ തുടക്കക്കാരോട് ഞാൻ ഞാനും അങ്ങനെ തന്നെയാണ്. പേര് കൊടുക്കാറില്ല. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ ഇതിൽ കുറച്ചിങ്ങനെ മാറി മാറി ചിന്തിക്കുകയാണ്. കാരണം നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിനെ സമീപിക്കാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ ആദ്യം തന്നെ കൊടുക്കുന്ന ഒരു ഫയൽ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു പേരാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമുക്കിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിഡ്ത്ത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും എല്ലാം ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സൈസസ് ഉണ്ട്. പ്രിന്റിന് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കട്ട് ചെയ്തൊക്കെ ചെയ്യാം. പക്ഷേ സോഷ്യൽ മീഡിയയിലും അങ്ങനെ ചെയ്യാം. എന്നാലും അവർക്ക് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൈസസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിൽ 1:1 അങ്ങനെ പോകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമാണ് സ്ക്വയർ ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം 4:5 എന്ന് പറയുന്ന ഒരു ഇതിലേക്കും കൂടെ സൈസ് വന്നിട്ടുണ്ട്. പിന്നെ റീൽസൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക്, റീൽസിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള ആ ഒരു സൈസസ് ഉണ്ട്. ആ സൈസസിനെ പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്കതിനെ പറ്റി ചെയ്യാം. സോ അപ്പം നമുക്കിവിടെ സൈസ് ഞാനിപ്പം ഇനി കൊടുക്കാൻ പോകുന്നത് ഒരു സോഷ്യൽ മീഡിയ കണ്ടൻ്റാണ്. അതായത് ഇൻസ്റ്റാഗ്രാം ഒരു സ്ക്വയർ സൈസ്. സ്ക്വയർ സൈസ് എന്ന് പറയുമ്പോൾ 1:1 എന്ന് പറയുന്ന സൈസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1:1 എന്ന് പറയുമ്പോൾ 1080 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സൈസാണ് കൊടുക്കുന്നത്. ഇത് വിഡ്ത്തിന് മാത്രമല്ല ഹൈറ്റിനും നമ്മൾ കൊടുക്കണം 1080, കാരണം എന്നാലേ സ്ക്വയർ സൈസായിട്ട് വരത്തുള്ളൂ. ഓറിയന്റേഷൻ അതിനെ ബാധിക്കത്തില്ല. കാരണം രണ്ടും സെയിം ആയതുകൊണ്ട് സ്ക്വയർ സൈസ് അല്ലേ. അപ്പം അതിനെ അത് ബാധിക്കുന്ന കാര്യമല്ല. അതേസമയം ഇപ്പം നമുക്ക് വേറൊരു സൈസ് കൊടുക്കുവാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ 13
50 എന്ന് പറയുന്ന സൈസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഓറിയൻറ്റേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡും ഉണ്ട്, പോർട്രേറ്റ് മോഡായിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. പക്ഷേ ഇപ്പം ഞാനിവിടെ 1080 എന്ന് പറയുന്ന 1:1 എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എത്ര ക്വാളിറ്റി ഇമേജസ് ആണ് നമുക്ക് വേണ്ടത്, പിക്സൽ കുറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ കൂട്ടുക. പിന്നെ അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ റെസൊല്യൂഷൻ കൂട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അത് അതിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. പക്ഷേ അതേസമയം നമ്മൾ പ്രിന്റ് മീഡിയയ്ക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 300 എന്ന് പറയുന്ന ഒരു 300 റെസൊല്യൂഷനാണ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. 300ഓ അതിൻ്റെ മുകളിലുള്ളതോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ തൽക്കാലത്തേക്ക് ഞാനൊരു 100 അല്ലെങ്കിൽ 100ഓ അല്ലെങ്കിൽ 72ഓ അല്ലെങ്കിൽ 92ഓ നമുക്ക് കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ 100 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. റെസൊല്യൂഷൻ്റെ പിക്സൽ സൈസാണത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ മോഡാണ്. ഇപ്പം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ RGB കളർ മോഡിൽ സെലക്ട് ചെയ്യാം. അതേസമയം പ്രിന്റ് ചെയ്യാനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് CMYK കളർ മോഡ് സെലക്ട് ചെയ്യാം. ബാക്കി ഈ ബിറ്റ് മാപ്പ്, ഗ്രേ സ്കെയിൽ, ലാബ് കളർ ഒന്നും നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ബേസിക്കലി ഈ 2 എണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇത് നമുക്ക് പിന്നീട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇനി ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് നിങ്ങൾക്കിപ്പോൾ വൈറ്റ് കളറാണോ വേണ്ടത്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഏത് കളറായിരിക്കണം എടുത്ത് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ അങ്ങനെ, അല്ലെങ്കിൽ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സെലക്ട് ഈ കളറാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കളർ തന്നെ അതായിട്ട് അതായത് കസ്റ്റം കളറായിട്ട് നമുക്കവിടെ പ്രീസെറ്റ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നത് വൈറ്റ് കളറാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയൽ ക്രിയേറ്റ് ആകും. ഓക്കെ. ഞാൻ ക്രിയേറ്റ് എന്ന് പറയുന്ന ഇതിലേക്ക് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഫൈനലി നമ്മുടെ ഫോട്ടോഷോപ്പ് ഫയൽ ക്രിയേറ്റ് ആയിരിക്കുന്നു. സോ ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ടൈം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വരും ദിവസങ്ങളിൽ ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇത് ഞാൻ ആദ്യം തന്നെ പറയും, ഇത് ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ജസ്റ്റ് ഫോർ ബേസിക് പീപ്പിൾ. അതായത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ലോക്കൽ അല്ലെങ്കിൽ മലയാളത്തിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇംഗ്ലീഷോ കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. പകരം അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കണ്ടൻസാണ് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിലൂടെ ഞാനിവിടെ ചെയ്യുന്നത്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.